തനിക്ക് നേരെ തുടർച്ചയായി വരുന്ന മോശം കമൻറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അനീഷ്. നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് റണ്ണറപ്പാണ് അനീഷ്. സീസൺ വിന്നറാവുമെന്ന് പോലും പ്രതീക്ഷിച്ച അനീഷ് പിന്നീട് ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയായിരുന്നു. അപ്പം നമുക്കറിയാം, ബിഗ് ബോസിൽ വന്നാൽ ഏതൊരു വ്യക്തിക്കും സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു, എങ്കിലും ചിലർക്ക് ഇത് വിടാൻ പറ്റില്ല. ഫാൻ ഫൈറ്റ് എന്ന പോലെ താൻ ആരാധിക്കുന്ന വ്യക്തിക്കെതിരെ നിൽക്കുന്ന ആൾക്കെതിരെ സ്ഥിരമായി മോശം കമൻറ്റുകൾ ഇടുകയും അവരെ മോശക്കാരാക്കുന്ന രീതിയിലും കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട്. അത് ഈ ഒരു സീസൺ മാത്രമല്ല, മുൻപത്തെ സീസണിലും അതുപോലെ തന്നെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഈ പറയുന്ന പോലെ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ വലിയ വയസ്സുള്ള ആളുകളൊന്നും ആണെന്ന് തോന്നുന്നില്ല. പ്രായം കുറഞ്ഞ ഒരു 18 ഒക്കെ വയസ്സ് വരുന്ന ഈ +2 പ്രായമൊക്കെ ഉള്ള പിള്ളേരും ഡിഗ്രി ലെവലിലുള്ള പിള്ളേരൊക്കെയാണ് ഇതിന് പുറകിൽ എന്നാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത്. ഇപ്പം അനീഷിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അനീഷിൻ്റെ അക്കൗണ്ട്. ഇപ്പം അനീഷ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തനിക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ മോശം കമൻറ്റുകൾ വരുന്നുണ്ട്, അപ്പം അതിനെതിരെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം മോശം കമൻറ്റുകൾ ഇടുന്നത് തന്നെ ഒരു സൈക്കോ സ്വഭാവമാണെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അനീഷിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: സൈബർ ഇടങ്ങളിൽ ചെന്ന് എന്തും എഴുതിയിടാമെന്ന സൈക്കോ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ അതിന് തക്കതായ മറുപടി കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ആ മറുപടി നിയമവഴികളിലൂടെ ആയിരിക്കും എന്ന് മാത്രം. അതെ, ഞാൻ തുടങ്ങുകയാണ്. ചില ഐഡികളിൽ നിന്ന് തുടർച്ചയായി ഒരു കാരണവുമില്ലാതെ മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരുന്നു. അത്തരത്തിലുള്ള പ്രൊഫൈലുകളെ കണ്ടുപിടിച്ച് നിയമവഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. സൈക്കോ മനോഭാവം കൊണ്ടാണോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി PR വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമാണോ? ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അനീഷ്. ഇങ്ങനെയാണ് അനീഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള മോശം കമൻറ്റുകൾക്ക് മെയിൻ കാരണം PR ആണെന്ന് തോന്നുന്നേയില്ല. കാരണം ബിഗ് ബോസ് കഴിഞ്ഞാൽ PR വർക്ക് കഴിഞ്ഞു, PRൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അവർ വീണ്ടും എന്താ പറയുക, ഇത്തരത്തിൽ പൈസ വാങ്ങി ഒരാൾക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട കാര്യം ഇപ്പം നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം നിലവിൽ ഒരു വിഷയവും ഇല്ലല്ലോ. അപ്പം ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോ മനോഭാവം തന്നെ ആയിരിക്കണം ഇതിന് പുറകിൽ. ഇപ്പം നമുക്കറിയാലോ, ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ ഫിലിം ഇറങ്ങുമ്പോൾ വെറുതെ, കാരണം മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, പക്ഷേ ഇവർ വെറുതെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം രീതിയിൽ ഒരാളെ എന്താ പറയുക അപമാനിക്കുന്ന രീതിയിലും എന്താ പറയുക വളരെ മോശം മീംസും ട്രോൾസൊക്കെ വെച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരം. അപ്പോൾ ഇതൊന്നും എന്താ പറയുക ഇതൊക്കെ ഒരു സൈക്കോ മനോഭാവം തന്നെയാണ്. അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ കഴിഞ്ഞാലും ഇങ്ങനെ തുടർച്ചയായി വരുന്ന മോശം കമൻറ്റുകളൊക്കെ അങ്ങനെ ഒരു രീതിയിലുള്ളതാണ് തോന്നുന്നത്. അല്ലാതെ PR വർക്ക് ചെയ്ത് അങ്ങനെ ഒരു പൈസ കൊടുത്ത് ചെയ്യിക്കുന്നു തോന്നുന്നില്ല. പിന്നെ എന്താ പറയുക, എന്തിനും ഏതിലും ഒരാളുടെ പേര് വലിച്ചിടണം എന്നുള്ളത് കുറച്ച് പേർക്കുള്ളൊരു സൂക്കേടാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ അടുത്ത് ഡോക്ടർ റോയ് മരിച്ച സമയത്ത് എന്തുകൊണ്ട് അനീഷ് റോയിയെ കാണാൻ ചെന്നില്ല എന്ന് പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് അനീഷിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ CJ റോയിയായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തികളാണ് മോഹൻലാലും ഏഷ്യാനെറ്റിലെ ചെയർമാനും അവരൊക്കെ. കാരണം എത്ര വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് CJ റോയിയായിട്ട് ഇവർക്കുള്ളത്. ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പിന്നെ എന്താ പറയുക സ്പോൺസർ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തത് CJ റോയി അല്ലേ. അപ്പം അവർക്ക് എത്ര അടുപ്പമുണ്ട്. അല്ലാതെ ഇന്നലെ കണ്ട അനീഷിനാണോ അവരേക്കാൾ കൂടുതൽ CJ റോയിയായിട്ട് അടുപ്പം? അപ്പോൾ CJ റോയിയെ കാണാൻ അനീഷ് എന്താ പോകാഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അനീഷിൻ്റെ മണ്ടയ്ക്ക് കയറുന്ന എന്താണെന്ന് മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ.
ഇതാണ് പറഞ്ഞത്. ഓരോരുത്തർക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു ആരോപണം ഓരോരുത്തർ നിലയിൽ അങ്ങ് കെട്ടി വെക്കണം. അതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ കമൻറ്റ് ബോക്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്താ പറയുക, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മരിച്ചു പോകും. അതാണ് അവസ്ഥ. അത്രയ്ക്കാണ്. ഒരാൾ നല്ല പോസ്റ്റ് ഇട്ടാലും ഒക്കെ ഇവർക്ക് എന്താ പറയുക, ഈ ചൊറിഞ്ഞിങ്ങനെ വരും. അതിങ്ങനെയെങ്കിലും ഈ ഒരു കമൻറ്റ് ബോക്സിൽ എന്താ പറയുക ഛർദ്ദിച്ച് വെച്ചില്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക, ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗമാണ്, രോഗം. അപ്പോൾ അതിനൊക്കെ നല്ല ചികിത്സ തന്നെ ആവശ്യമുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ നിയമവഴി പോയി നല്ലൊരു ചികിത്സ തന്നെ ആവശ്യമുണ്ട്. ചിലർക്ക് ഈ നിയമവഴി പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ കുറേ എണ്ണമൊക്കെ പിന്തിരിയും പേടിച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയ പ്രായമുള്ളവരാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 20s 25 താഴെ ഏജിലുള്ളവരാണ് ഇതിന് പുറകിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് കുറേ പേരൊക്കെ ഈ എന്താ പറയുക, പോലീസിന് സൈബർ സെല്ലിൽ പോകുന്നൊക്കെ പറയുമ്പോൾ തന്നെ പിന്തിരിഞ്ഞ് ഓടും, പിന്നെ അനങ്ങില്ല. അല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് അവരെ പൊക്കണം എന്തായാലും. കാരണം അത് വലിയ സൂക്കേടാണല്ലോ. കാരണം ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തന്നെ മാസങ്ങളായി. ഇപ്പം അടുത്ത ബിഗ് ബോസ് തുടങ്ങാൻ പോവുക. എന്നിട്ടും ആ പഴയ ചൊറി തീരുന്നില്ലെങ്കിൽ അത് തീർത്ത് കൊടുക്കണമല്ലോ. ഇതിന് പുറകിൽ എന്താ പറയുക, ഓപ്പോസിറ്റ് ഇപ്പം ഇവിടെയാണെങ്കിൽ അനുമോൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിലൊന്നും ആവശ്യമില്ല. ഇവർ തമ്മിൽ വലിയ പ്രശ്നമില്ല. ഒന്നിച്ച് ഉദ്ഘാടനത്തിനൊക്കെ ഇവരൊന്നിച്ച് പോകുന്നൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ ഇപ്പം അനീഷിനെതിരെ അനുമോൾക്ക് തിരിയേണ്ട കാര്യവും ഇല്ല. പക്ഷേ ഇവരെ സപ്പോർട്ടർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചെണ്ണം ഉണ്ടാകുമല്ലോ. ഇപ്പം അനുമോളുടെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്കായിരിക്കും ഈ പറയുന്ന അനീഷിനെ കാണുമ്പം ഉള്ള പ്രശ്നങ്ങളൊക്കെ. അല്ലാതെ ഇവർ അനുമോൾ സ്പോൺസർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യവും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം കേസ് കൊടുത്ത് പണി കൊടുക്കേണ്ടവർക്ക് നല്ല പണി കൊടുക്കുക തന്നെ വേണം. അതാണ് വേണ്ടത്.